കാലങ്ങൾക്ക് ശേഷം ജമേഷ് വീണ്ടും സജീവമാകാൻ പോവുകയാണ്. ഞാനിപ്പോൾ കൊല്ലത്താണ് നിൽക്കുന്നത്. നമ്മുടെ സ്പോൺസറായ ചുങ്കത്ത് ജ്വല്ലറിയുടെ ചുങ്കത്ത് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി തിരുമുൽവാരം ബീച്ചിനോട് അടുത്തൊരു സ്ഥലത്ത് ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഇതൊരു വളരെ വ്യത്യസ്തമായ എക്സിബിഷനാണ്. ഒരു സ്നോ വില്ലേജാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 2 ഏക്കർ സ്ഥലത്ത് ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള വലിയൊരു ഡൂമിനകത്ത് ഒരു സ്നോ വില്ലേജ് സെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. യൂറോപ്യൻ നഗരങ്ങൾ ഇവിടെ പുനഃസൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഓഫ് കോഴ്സ് അത് ആളുകൾക്ക് വളരെ എക്സൈറ്റ്മെൻ്റ് ആകുന്ന ഒരു കാഴ്ചയായിരിക്കും. ആദ്യത്തെ ദിവസമാണ്, ഉദ്ഘാടനമാണ്. നമുക്ക് അതിൽ പങ്കെടുക്കാം. ആ എക്സിബിഷൻ ഹാളിലേക്ക് പോകാം. പ്ലീസ് കം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എക്സിബിഷൻ ഹാളിനകത്തോട്ട് കയറിയിരിക്കുകയാണ്. കയറി വരുന്ന സമയത്ത് തന്നെ നമ്മളിപ്പോൾ അന്റാർട്ടിക്കയിൽ ചെന്ന അവസ്ഥയാണ്. മൊത്തത്തിൽ നല്ല തണുപ്പും നിറയെ മഞ്ഞൊക്കെ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹായ്, വെൽക്കം വെൽക്കം വെൽക്കം. എൻ്റെ പേര് ജമേഷ് എന്നാണ്. ജമേഷ് ഷോ എന്ന് പറയുന്ന ഞങ്ങളുടെ ഷോയിൽ നമ്മൾ ഈ എക്സിബിഷനെ കുറിച്ച് ഒരു ചെറിയ ഡീറ്റെയിലിംഗ് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഇത് ചുങ്കത്ത് ജ്വല്ലറി 30 വർഷം കൊല്ലം ജില്ലയിൽ പൂർത്തിയാക്കുകയാണ്. അപ്പോൾ ഈ ഒരു സന്തോഷവേളയിൽ ചുങ്കത്ത് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇവിടെ നമുക്ക് ഈ ഒരു തിരുമുല്ലവാരത്തിൻ്റെ ഈ ഒരു മണ്ണിൽ ഒരു യൂറോപ്യൻ എക്സ്പീരിയൻസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. യൂറോപ്യൻ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ യൂറോപ്യൻ സിറ്റീസ് മാത്രമല്ല, യൂറോപ്യൻ കൾച്ചർ ഫോളോ ചെയ്യുന്ന യൂറോപ്യൻ എക്സ്പീരിയൻസ് എന്ന് നമുക്ക് ശരിക്കും പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മോണിമെൻറ്റ്സ്, യൂറോപ്യൻ മോണിമെൻറ്റ്സ് ഉണ്ടാകാം. അതുപോലെ ആ കൾച്ചർ ഫോളോ ചെയ്യുന്ന സ്ഥലങ്ങൾ, അതിൻ്റെ എല്ലാം മിനിയേച്ചർ, അതിൻ്റെ ആക്ച്വൽ ഇമേജ് എന്താണോ അതിൻ്റെ ഒരു കൃത്യമായ സ്കെയിലിങ്ങോട് കൂടി ആ ഒരു ഇമേജ് നമ്മളിവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സ്നോ ഏരിയയിലാണ് നമ്മുടെ ഒരു ഫസ്റ്റ്. ഇവിടെ നമുക്ക് ഒരു സ്നോ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ നമുക്കൊരു നമ്മളൊക്കെ ഊട്ടിയിലാണ്. ഇവിടെ ഉണ്ട്, എക്സിബിഷനിൽ തന്നെ ഉണ്ട്. ഇതിന്റെ കൂടെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് കുറേ ദിവസങ്ങളായിട്ട് ഉണ്ട്. അതെ, ഞാൻ കൊച്ചിയിലെ പുള്ളിനെ കാണുന്ന സമയത്തൊക്കെ എന്നോട് പറയും വരുന്നുണ്ട് ഒരു സംഭവം വരുന്നുണ്ട്. ഏതായാലും നമുക്ക് അകത്തേക്ക് കൂടുതൽ പോകാം. വർഷങ്ങൾക്ക് മുൻപ് കനാനിയർ ഉണ്ടാക്കിയ ഒരു നഗരമായിരുന്നു ഈ ബത്ലഹേം. പുണ്യ മണ്ണായിട്ടാണ് ബത്ലഹേം സിറ്റി അറിയപ്പെടുന്നത്. നാനാജാതി മതസ്ഥർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള എല്ലാവരെയും മനുഷ്യൻ ഒന്നാണ് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു നഗരമാണ് ബത്ലഹേം. ഈ ടവറിന്റെ പിന്നിലെ കൈകൾ എന്ന് പറയുന്നത് സർ ചാൾസ് ബാരിയും അതുപോലെ തന്നെ സർ അഗസ്റ്റസ് പ്യൂഗിനുമാണ്. 1856 ആണ് ഈ ഒരു ബെൽ ആദ്യമായിട്ട് അവിടെ സ്ഥാപിച്ചത്. ചെറിയൊരുക്കങ്ങൾ, പിന്നെ അകം നിറയുന്ന ചില തിളക്കങ്ങൾ. ഈ ലോകത്തിൽ ഏറ്റവും അമൂല്യമായത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ. അതെ, അമൂല്യമാണ് ഞാൻ, എന്റെ സ്വർണവും. ചുങ്കത്ത് ഗോൾഡ്, precious like me. ഇതാണ് കൊളോസിയം അല്ലെങ്കിൽ ഫാൽവിയൻ ആംഫി തിയേറ്റർ എന്ന് പറയും. ഇത് റോമിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കെട്ടിടം ഒന്നാണ്. ഇതാണ് ടെമ്പിൾ മൗണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി ഇവിടെ വെച്ചാണ് സ്വർഗത്തിലേക്ക് പോയതെന്നും പിന്നെ കർത്താവ് ഇവിടെ വെച്ച് ഉപദേശം നൽകിയെന്നും ജൂതമത വിശ്വാസപ്രകാരം എബ്രഹാം തന്റെ പുത്രനെ ഇവിടെ വെച്ചാണ് ബലികഴിക്കാൻ തീരുമാനിച്ചതെന്നും പറയുന്നു. വർഷങ്ങൾക്ക് പണി കഴിപ്പിച്ച ഒരു പൂളാണ് ഈ ബെച്ചേദ പൂൾ എന്ന് പറയുന്നത്. പൂൾ ഉപയോഗിച്ചിരുന്നത് ജലസേചനത്തിനായിട്ടും
സൗത്ത് പൂൾ ഉപയോഗിച്ചിരുന്നത് ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയിട്ടുമായിരുന്നു. ഇന്ന് ഈ സ്ഥലം ജെറുസലേമിലെ പുരാതന പള്ളിയായ സെയിന്റ് ആൻസ് ചർച്ചിന് സമീപത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. മക്കയും മദീനയും അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ഇസ്ലാം മത വിശ്വാസികൾ പുണ്യമായിട്ട് കാണുന്ന ഒരു മസ്ജിദാണ് അൽ ഹസ്കം മസ്ജിദ്. ഇതിനകത്ത് 5000 പേരെ ഒരേ സമയം ഉൾക്കൊള്ളാൻ, നമസ്കാരത്തിനും മറ്റ് പ്രാർത്ഥനയ്ക്കും ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഈ മസ്ജിദിനകത്തുണ്ട്. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു മതിലാണ്. ഇത് വെസ്റ്റേൺ വാൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതൊന്നും ഇതിനകത്തേക്ക് പ്രവേശിക്കാനുള്ള കവാടമില്ല. ഇതിൻ്റെ പ്രധാന കവാടം എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ കൂടിയാണ്. അതായത് നമുക്ക് അല്ലാതെ അതിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. എല്ലാം കണ്ടു, പിന്നെ ജെറുസലേം എല്ലാം കണ്ടു. ഇനിയിപ്പോ ഇവിടെ ഒരു ഗോൽഗോത്ത എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണ്? ഗോൽഗോത്ത അരമായ ഭാഷയിലെ ഗുൽഗോത്ത എന്ന വാക്കിൽ നിന്നാണ് ഗോൽഗോത്ത എന്ന വാക്ക് വരുന്നത്. അതിനർത്ഥം തലയോടിടം എന്നാണ്, അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ദി സ്കൾ എന്നാണ്. നമ്മൾ ജെറുസലേം സിറ്റി കണ്ടിരുന്നു. അതിൽ നിന്ന്, അതിന്റെ കോട്ടമതിലിൽ നിന്ന് ഏകദേശം 200 മീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന പാറക്കെട്ടുകൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു തരിശുഭൂമിയായിരുന്നു അത്. അക്കാലത്ത് വധശിക്ഷ നടപ്പാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പോൾ അതൊരു ദേവാലയമാണ്. ഹോളി സെപ്പൽക്കർ ചർച്ച് എന്ന് പറയുന്ന ഒരു ദേവാലയമാണ്. നമുക്കിവിടെ കാണാവുന്നത് പോലെ ആ കുരിശിൽ തറച്ച സ്ഥലവും അതുപോലെ തന്നെ സ്റ്റോൺ ഓഫ് അനോയിന്റിംഗ് എന്ന് പറഞ്ഞിട്ട് തൈലാഭിഷേകം ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, അതും. പിന്നീട് നമുക്ക് അവിടെ ഒരു മിനിയേച്ചർ വേർഷൻ കാണാം, ഹോളി സെപ്പൽക്കർ ടോംബ്, യേശുവിനെ സംസ്കരിച്ച കല്ലറയുടെ നീക്കിയിട്ടാണ് യേശു അതെ. ഈ 3 സ്ഥലവും ഇപ്പോൾ ആ ദേവാലയത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി AD 326 ആ ദേവാലയം സ്ഥാപിക്കുന്നത്.